ഒരഡാർ ലവ് എന്ന ചിത്രത്തിലൂടെ ലോകശ്രദ്ധ നേടിയ നടിയാണ് പ്രിയ വാര്യർ. ചിത്രത്തിലെ ഗാനരംഗത്തിൽ വെറും കണ്ണിറുക്കൽ കൊണ്ടു മാത്രം വലിയ ആരാധക പിന്തുണ പ്രിയ സ്വന്തമാക്കി. എന്നാൽ തലയിലേറ്റിയ മലയാളികൾ തന്നെ പിന്നീട് പ്രിയയെ ട്രോളി രംഗത്തെത്തി. വലിയ സൈബർ അറ്റാക്കിന് പ്രിയ ഇരയാക്കപ്പെട്ടു. അഡാർ ലവിന് ശേഷം പ്രിയക്ക് അധികം അവസരങ്ങൾ മലയാളത്തിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി തമിഴ് ലോകത്ത് പ്രിയ വാര്യരാണ് ചർച്ചാ വിഷയം. അജിത് നായകനായ ഗുഡ് ബാഡ് അഗ്ലിയിലെ വെറുമൊരു പാട്ടുകൊണ്ടാണ് പ്രിയ വീണ്ടും സെൻസേഷനായത്. ചിത്രത്തിൻ്റെ ക്ലൈമാക്സിന് മുമ്പ് വില്ലനായി വേഷമിട്ട അർജുൻ ദാസിനൊപ്പം ഒരു റെട്രോ സോങ്ങിൽ പ്രിയ ചുവട് വെച്ചിരുന്നു. എതിരും പുതിരും എന്ന പഴയ സിനിമയിൽ വിദ്യാസാഗർ ഈണമിട്ട തൊട്ട് തൊട്ട് പേസും സുൽത്താന എന്ന പാട്ടാണ് ഗുഡ് ബാഡ് അഗ്ലിയിൽ റീക്രിയേറ്റ് ചെയ്തത്. പഴയ പാട്ടിൽ സിമ്രാനും രാജുവും സുന്ദരവും കളിച്ച സ്റ്റെപ്പുകളാണ് അതേ എനർജിയിൽ പ്രിയ വാര്യറും അർജുനും ദാസും പുനഃസൃഷ്ടിച്ചത്. അതിഗംഭീര റെസ്പോൺസാണ് ഈ പാട്ടിന് തിയേറ്ററിൽ ലഭിച്ചത്. ഇതിന് പിന്നാലെ പ്രിയ വാര്യരെ സിമ്രാനുമായിട്ടാണ് പലരും താരതമ്യം ചെയ്യുന്നത്. അടുത്ത സിമ്രാൻ എന്നാണ് പലരും പ്രിയയെ വിശേഷിപ്പിക്കുന്നത്. ചിത്രത്തിൽ സിമ്രാൻ്റെ അധിവേശവും ഇരട്ടി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പേജുകളിൽ ഇപ്പോൾ പ്രിയ വാര്യർ നിറഞ്ഞു നിൽക്കുകയാണ്. അടുത്ത ക്വീൻ എന്ന ക്യാപ്ഷനോടെയാണ് പലരും പ്രിയ വാര്യരുടെ ചിത്രങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഒരു കാലത്ത് മലയാളികളുടെ ട്രോളിൻ്റെ ഇരയായ പ്രിയ വാര്യർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് കാലത്തിൻ്റെ കാവ്യനീതിയായാണ്. പലരും കാണുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ അവസരങ്ങൾ ഇല്ലാതായപ്പോൾ അതിൽ തളരാതെ മുന്നോട്ട് പോയ പ്രിയ വാര്യരെ അഭിനന്ദിക്കുന്നവരും കുറവല്ല. കഴിവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ എന്തു സാധിക്കുമെന്നതിന് ഉദാഹരണമാണ് പ്രിയയുടെ നേട്ടം. അർജുൻ ദാസും പ്രിയ വാര്യരും തമ്മിലുള്ള കെമിസ്ട്രിയെക്കുറിച്ചും പലരും സംസാരിക്കുന്നുണ്ട്. നെഗറ്റീവ് റോളാണെങ്കിൽ പോലും തൻ്റെ സ്ക്രീൻ പ്രസൻസ് കൊണ്ടും ശബ്ദ ഗാംഭീര്യം കൊണ്ടും അർജുൻ തൻ്റെ ഭാഗം മികച്ചതാക്കിയിട്ടുണ്ട്. പ്രിയ വാര്യരുമായുള്ള സീനുകൾക്ക് ലഭിച്ച കയ്യടി താരത്തിൻ്റെ വരും കാല പ്രൊജക്റ്റുകൾക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് കരുതുന്നത്.